ഹേ ഹലോ ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. വയനാട്, ഓഫ് ടു വയനാട്. ഓൺ ദ വേയിൽ ഞങ്ങൾ കോമാച്ചി പാർക്ക് എന്നൊരു ബോർഡ് കണ്ടിട്ട് ജസ്റ്റ് കയറി. എന്താണെന്നുള്ളതെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ. ഞങ്ങളവിടെ 12:30 നൂണിനാണ് എത്തിയത്, ഏകദേശം ലഞ്ച് ടൈമിൽ. പിന്നെ ഇവിടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 200 റുപ്പീസാണ് എൻട്രി ഫീ ഒരാൾക്ക്. പിന്നെ അത്യാവശ്യം കുറച്ചധികം സാധനങ്ങളുണ്ട്. ഈ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ടോ, അതൊക്കെ ഇവിടെ കിഡ്സിനാണ് മെയിനായിട്ട് ഉള്ളത് കുറേയൊക്കെ. പിന്നെ കുറേ ഫോട്ടോഗ്രാഫിക് പോയിൻറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങളാണ് ഉള്ളത്. കിഡ്സിന് സ്പെഷ്യൽ എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു ടിക്കറ്റ്. അല്ലാതെ തന്നെ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ചിൽ പിക്സ് എടുക്കാനും, പിന്നെ എക്സോട്ടിക് പെറ്റ്സിൻ്റെ സ്ഥലം, പിന്നെ കരോക്കെ ഹാൾ, VR-ൻ്റെ ഒരു ഹാളുണ്ട്. കുറേ ഉണ്ട്, അത്യാവശ്യം കുറേ ഫോട്ടോഗ്രാഫിക് പോയിൻറ്റ്സ് ഉണ്ട്. ആർട്ട് വില്ലേജ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഓപ്പൺ ജിം കുറേ ഉണ്ട്. ഞങ്ങൾ ആദ്യം കയറിയത് ഫോട്ടോഗ്രാഫിക് മ്യൂസിയം ആയിരുന്നു. അവിടെ അത്യാവശ്യം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് സ്പെൻഡ് ചെയ്തു ടൈം അവിടെ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓൾഡ് ക്യാമറാസൊക്കെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. കുറേ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതും പിന്നെ കാണാത്തതുമായ ഇഷ്ടം പോലെ ക്യാമറാസ് അവിടെയുണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. ഞങ്ങൾ കുറച്ച് ക്ലിക്സ് അവിടെ നിന്ന് എടുത്തു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കോമാച്ചി പാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് ഫോട്ടോഗ്രാഫിക് തീംഡ് പാർക്കാണ്. അത് വയനാട്ടിൽ, നമ്മുടെ വയനാട്ടിൽ. അടുത്തത് ഞങ്ങൾ കണ്ടത് ഫോട്ടോഗ്രാഫിക് എക്സിബിഷൻ സെൻ്ററാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫോട്ടോസ് അവിടെയുണ്ട്. നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഫോട്ടോസ് അവിടെയുണ്ട്. എല്ലാം തീം ബേസ്ഡ് ആയിട്ടാണ് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഫോട്ടോസ്. ദെൻ ചെറിയൊരു VR ഉണ്ടായി, അത് ട്രൈ ചെയ്തു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നു, 2 ബിരിയാണി അടിച്ചങ്ങ് കയറ്റി. പിന്നെ ശേഷം ഒരു കരോക്കെ ഗാനമായി ഞാൻ വന്നിട്ടുണ്ടായി. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്റർ ആയിരുന്നു. പിന്നെ കോസ്റ്റ്യൂം കണ്ടോ, ഈ കോസ്റ്റ്യൂംസൊക്കെ ഈ 200 റുപ്പീസിൻ്റെ അകത്ത് വരുന്നതാണ്. നമുക്ക് ഏത് കോസ്റ്റ്യൂംസ് വേണമെങ്കിലും ട്രൈ ചെയ്യാം, ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം, ഡാൻസ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. ഭയങ്കര രസമായിരുന്നു. നമ്മൾ കണ്ടിട്ട് ഞെട്ടി. ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. സാധാരണ മണാലിയിലൊക്കെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടായി. അതുപോലത്തെ ഒരു സാധനം ഇവിടെ കൊള്ളായിരുന്നു, കണ്ടോ. ഫണ്ണായിരുന്നു സംഭവം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആർട്ട് വില്ലേജിൽ പോയി. ആർട്ട് വില്ലേജിലും അത്യാവശ്യം ഒരുപാട് ഫോട്ടോസ് നമുക്ക് അവിടെ ആർട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ അത് ആർട്ട് ചെയ്യുന്ന പോലെയുള്ള ഫോട്ടോസ് എടുക്കാനുള്ള സെറ്റപ്പ് അവിടെയുണ്ട്. ഞങ്ങളതൊക്കെ വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് ബ്രഷും ഒരിതും അതൊക്കെ അവിടെയുണ്ട്. അതൊക്കെ വെച്ച് ഞങ്ങൾക്കും ട്രൈ ചെയ്യാം. കണ്ടോ, അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തു. ജസ്റ്റ് ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെറുതെ ട്രൈ ചെയ്തു. പിന്നെ പാരറ്റിനെയാണെന്ന് തോന്നുന്നു. ഇത് നല്ല കൊള്ളാം ഈ സാധനം. അമ്മ ഇതിനെ കണ്ടൊന്ന് പേടിച്ചായിരുന്നു. ആ വീഡിയോ ഒക്കെ ഉണ്ടായി, പേടിക്കുന്ന വീഡിയോസ്. ഞാൻ കുറച്ച് ധൈര്യത്തോടെ ഇതിനൊക്കെ അപ്രോച്ച് ചെയ്തു. ഇതൊക്കെ ഈ വീഡിയോസിൽ നമുക്ക് കാണാം. നോക്കിക്കോളൂ കേട്ടോ. സംഭവം അവിടെ ഇരുന്നിട്ട് ഇത് കയ്യിലേക്കൊക്കെ വരുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കണ്ടോ. അയ്യോ, ഇതൊക്കെ ഫണ്ണായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു ഇതൊക്കെ. എനിക്കൊന്ന് അനങ്ങിയപ്പോൾ ഒന്ന് പതറി ചെറുതായിട്ട്, അല്ലാതെ എല്ലാം ഫൈനായിരുന്നു. അതൊന്ന് അനങ്ങുമ്പോഴാണ് ഞാനൊന്ന് വിളിച്ചതാണ്. അത് നേരെ കനങ്ങാകുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്നും ഇതായി, കഴിവില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. കുറച്ച് ഇതൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചെറിയതാണ്. ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി, കുറച്ച് ഒരുപാട് ഫോട്ടോസ് അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് മോനെ അടിപൊളി സാധനം, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. നമ്മൾ ചൂട് സമയത്ത് പോയതുകൊണ്ടും ഇവിടെ ഈ മാൻമെയ്ഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റാണ്. ഇങ്ങനെ വെള്ളമൊക്കെ വരും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ മേൽ തട്ടി ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് വിബ്ജിയറൊക്കെ കാണാം, കണ്ടോ അവിടെ. എന്താ രസം എന്നറിയോ, സൂപ്പർ സാധനമായിരുന്നു. അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇച്ചിരി നടന്ന് ഇച്ചിരിയേ ഉള്ളൂ.
പക്ഷെ എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നമുക്കൊരു മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമ ഈ ചൂടത്ത്. അത് കൊള്ളായിരുന്നു. മഴവില്ലൊക്കെ ആയിരുന്നു മെയിൻ സാധനം കേട്ടോ. അത് 1-2 തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. അത് കൊള്ളായിരുന്നു. ഇതാ അവിടെ എല്ലായിടത്തും ഉണ്ടത് സാധനം. ഈ വെള്ളം അടിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ആ ഫീല്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് കിഡ്സ് ജിമ്മിലോട്ടാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എൻട്രി ഉണ്ടോയെന്ന് വെച്ചാൽ ചുമ്മാ കയറി എന്തൊക്കെയോ എടുത്ത് കളിച്ചു. ഡമ്പലൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഇത് 5 കിലോ ഉള്ള കൊള്ളാമല്ലോ എന്നൊക്കെ ഡമ്പലൊക്കെ എടുത്ത് കളിച്ചു. ഉള്ള സാധനങ്ങളൊക്കെ വെറുതെ നോക്കി. നമ്മുടെ ബോഡി വെയിറ്റ് എന്തൊക്കെ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ചുമ്മാ വെറുതെ ഒക്കെ എടുത്ത് നിന്ന് കളിച്ചു. നമ്മൾ എൻജോയ് ചെയ്തു. ഇതൊക്കെയാണ് കൊമാച്ചി പാർക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു 4-4:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചങ്ങ് ഇറങ്ങി. ഇതൊക്കെയാണ് ഞങ്ങളുടെ കോമാച്ചി പാർക്ക് വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ വയനാട് കുറച്ചുകൂടി എക്സ്പ്ലോർ ഒക്കെ ചെയ്ത വീഡിയോ ഞങ്ങൾ അടുത്ത് ഇടുന്നതായിരിക്കും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.